ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുകയാണ്. പൂഞ്ച് ഭീകരാക്രമണത്തിന് പിന്നാലെ മേഖലയിൽ ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ്. വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇന്നലെ ഒരു സൈനികന് വീരമൃത്യുണ്ടായിരുന്നു. 4 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ആർ അച്യുതൻ, വിവരങ്ങൾ പറയൂ. SK, ഗുഡ് മോർണിംഗ്. ഈ പൂഞ്ചിലുണ്ടായ വ്യോമസേനയുടെ ബസ്സിന് നേരെയുണ്ടായ ഈ ഒരു വെടിവയ്പ്, ഭീകരാക്രമണം, അത് വളരെ ഗൗരവത്തോടെയാണ് സേന എടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയുണ്ടായ ഈ സംഭവത്തിന് പിന്നാലെ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വാഹനങ്ങളുടെ പരിശോധന, അത്തരത്തിലുള്ള സൈനിക നടപടിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇന്നലെ സുരൻകോട്ടയിൽ വെച്ചിട്ടാണ് ഈ വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം അത് ഉണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി വളരെ ഗൗരവത്തോടു കൂടിയാണ് വിഷയം നോക്കിക്കാണുന്നത്. ബജിമാൽ വനത്തിലും സംയുക്ത തെരച്ചിൽ, അവിടെ ചില ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ കൂടി ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വെടിവയ്പ് ഉണ്ടായതിന് പിന്നാലെ സൈന്യം തിരിച്ചടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകരർ വനമേഖലയിലേക്ക് വീണ്ടും തിരികെ മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ വനമേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ, അതിനോടൊപ്പം തന്നെ വാഹന പരിശോധന അടക്കം ഇപ്പോൾ കർശനമായി ഈ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തും. ഇതിനായി നിരീക്ഷകരെ അവിടേക്ക് അയക്കുന്നുണ്ട്. സാഹചര്യം, സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളെല്ലാം വിലയിരുത്താനാണ് ഈ ഒരു സന്ദർശനം ഉണ്ടാവുക. കാരണം ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിലായിരുന്നു അനന്തനാഗ് ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ അത് പിന്നീട് 25ലേക്കാണ് അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ സന്ദർശിക്കും. എന്തായാലും സൈന്യം ഇത് കൃത്യമായി ഗൗരവത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സൈനിക നടപടിയാണ് ഇപ്പോൾ മേഖലയിൽ പുരോഗമിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ.